എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഉടനെ ഒരു സന്തോഷ വാർത്ത കേൾക്കാനിടയാകും, നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾ അറിയും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഈ ചിത്രം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളും നിങ്ങളെ പലപ്പോഴും ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ, നിങ്ങൾ പറയുന്നത് പോലെ, നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകാനോ അപ്രകാരം തന്നെ കാര്യങ്ങൾ ചെയ്യുവാനോ നിങ്ങളുടെ വ്യക്തിയുടെ നിസ്സംഗമായ പല പെരുമാറ്റങ്ങളും നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വ്യക്തി എന്നെ ഇഷ്ടപ്പെടുമോ, എന്നെ സ്നേഹിക്കുമോ, എന്നെ ഉൾക്കൊള്ളുമോ, എൻ്റെ വ്യക്തി എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ വിചാരിക്കുന്നത് പോലെ എൻ്റെ വ്യക്തി എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല എന്നിത്യാദി പല സംശയങ്ങളും പല ദുഃഖങ്ങളും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് മനസ്സ് തുറന്നൊന്നും പറയുന്നില്ല. നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ മറ്റെന്തോ ഉള്ളതുപോലെ എല്ലാത്തിൽ നിന്നും മാറി നിങ്ങളോടൊന്നും സംസാരിക്കാതെ, നിങ്ങളോടൊന്നും പറയാതെ തുടർന്നു പോകുമ്പോൾ എന്തായിരിക്കും ആ വ്യക്തിയുടെ ഹൃദയത്തിനുള്ളിൽ, എന്തായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ ആശങ്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് യാതൊരു ഇഷ്ടക്കുറവുമില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളറിയാത്ത മറ്റ് ചില പ്രതിസന്ധികളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ വ്യക്തിയുടേതായ ജീവിതം, ആ വ്യക്തിയുടേതായ ജീവിത സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ തീർത്തും ആ വ്യക്തിക്ക് സന്തോഷം നൽകുന്ന ഒന്നല്ല. അക്കാര്യത്തിലും ആ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുഃഖങ്ങൾ ആ വ്യക്തിയെ ചുറ്റപ്പെട്ടിരിക്കുന്നു. ആ ദുഃഖങ്ങളിൽ അകപ്പെട്ട് കടന്നു പോവുകയാണ് ആ വ്യക്തി. ആ വ്യക്തി പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇങ്ങനെ ഒരു ദുഃഖത്തിൽ അകപ്പെട്ടു, എനിക്കെന്തുകൊണ്ട് ഇത്തരത്തിലൊരു ദുഃഖമുണ്ടായി, എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ള ദുഃഖം ആ വ്യക്തിക്കുണ്ട്. നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നു, നല്ല ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴും നിങ്ങളറിയാത്തതായി ആ വ്യക്തിയുടെ ഹൃദയത്തിൽ, ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ മനസ്സ് വെച്ച് മുന്നോട്ട് വരുമ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധി ആ വ്യക്തിയെ പല രീതിയിൽ നിങ്ങളോട് സമയം ചെലവഴിക്കുന്നതിനും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിനും ഒക്കെ പുറകോട്ടടിക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങളെ സ്നേഹിക്കാതിരിക്കാനോ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കാനോ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ തൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ ചില പ്രശ്നങ്ങൾ അത് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിത സാഹചര്യം അല്ല ആ വ്യക്തിയുടെ ജീവിത സാഹചര്യം. പക്ഷേ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആ വ്യക്തിയുടെ മനസ്സ് മാറ്റാം, ആ വ്യക്തിയുടെ മനസ്സ് മാറുന്ന രീതിയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. രണ്ടാമത്തെ ഈ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിനെ കുറിച്ച് പറയാം. നിങ്ങളോട് ഏറ്റവും വിശ്വസ്തതയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും, എന്തൊക്കെ നഷ്ടങ്ങളുണ്ടെങ്കിലും, ആരൊക്കെ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ വിട്ടുപോകാൻ ആ വ്യക്തിക്ക് ഒരിക്കലും കഴിയില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൻ്റെ ഭാവി പരിശോധിച്ചാൽ ഒരിക്കൽ പോലും നിങ്ങളെ വിട്ടുപിരിയാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. നിങ്ങളെ അത്രത്തോളം മാനസികമായി ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾക്കൊപ്പം നിൽക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ വ്യക്തി അത്ര പോരാ. നിങ്ങളുടെ വ്യക്തിക്ക് ചില കാര്യങ്ങളിൽ ഒന്നും നിങ്ങളുടെ മതിപ്പനുസരിച്ചുള്ളതൊന്നുമില്ല. ധനമാകാം, വിഭവങ്ങളാകാം, ജീവിത സാഹചര്യങ്ങളാകാം. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ മതിപ്പിനൊത്തില്ല എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളിലാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കാൾ പിന്നോക്കാവസ്ഥ ഉണ്ടെന്ന് കരുതിയത്, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലാകാം, ധനത്തിൻ്റെ കാര്യത്തിലാകാം, ഏതെങ്കിലും സ്വഭാവം മഹിമയുടെ കാര്യത്തിലാകാം, ഏത് കാര്യത്തിലാണോ
നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കാൾ പിന്നിലാണെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നത് ആ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി മുന്നേറ്റം ഉണ്ടാക്കും. നിങ്ങളെപ്പോലും അസൂയപ്പെടുത്തുന്ന തരത്തിൽ, നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നു. നിങ്ങളുടെ വ്യക്തി പിന്നോക്കാവസ്ഥയിലാണെന്ന് പറഞ്ഞ് വിചാരിച്ച സങ്കടപ്പെട്ട കാര്യത്തിൽ ആ വ്യക്തിക്ക് മുന്നേറ്റം ഉണ്ടാകുന്നു. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മുന്നേറ്റവുമായി ആ വ്യക്തി എത്തുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെക്കാളും, എല്ലാ ജീവിത ബുദ്ധിമുട്ടുകളെക്കാൾ കട്ടിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരാൻ കഴിയുന്നു. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് എല്ലാവരെയും അസൂയപ്പെടുത്തുമാറ് നിങ്ങളുടെ വ്യക്തിക്ക് സർവശക്തൻ ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി ശക്തി നൽകുന്നു. അത് കണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയും. നിങ്ങളുടെ വ്യക്തി പിന്നിലാണ് എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരുന്ന ആളുകളുടെ മുമ്പിൽ മോശമായിരുന്ന കാലഘട്ടം മാറുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ മുന്നേറ്റത്തിൻ്റെ കരുത്തിൽ നിങ്ങൾ അഭിമാനിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു നീറ്റലുണ്ടാവും, ഞാൻ ഈ വ്യക്തി പിന്നിലാണെന്ന് കരുതിയിരുന്നല്ലോ. പക്ഷേ ഏറ്റവും കീർത്തി നേടുന്ന രീതിയിലുള്ള വളർച്ച ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു. നിങ്ങൾക്കതിൽ സന്തോഷിക്കാം. ആ സന്തോഷ വാർത്ത നിങ്ങളെ തേടി എത്തും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.